ഇന്ത്യൻ മാധ്യമ പ്രവർത്തനത്തിലെ ധീരതയുടെ മറ്റൊരു പര്യായമായ ശ്രീ എം.കെ. വേണു സാർ, വേദിയിലിരിക്കുന്ന മറ്റതിഥികൾ, നാട്ടുകാർ, മാധ്യമ പ്രവർത്തനം ഒരു കാർണിവലും ആഘോഷവുമായി മാറുന്ന കാലത്ത് പോപ്പുലിസ്റ്റ് ആഖ്യാനങ്ങൾ ഏറ്റെടുക്കുകയും അതിനു പിന്നാലെ പാഞ്ഞു പോവുകയും ഹ്രസ്വമായ കാര്യങ്ങളെ മാത്രം കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളുടെ കാലത്ത് വേറിട്ട ശബ്ദമായി ഇന്ത്യയുടെ മതേതരത്വത്തെ, ഇന്ത്യൻ രാഷ്ട്രീയത്തോടുള്ള വിമർശത്തെ, അധികാരികളോടുള്ള നിരന്തരമായ സംഘർഷത്തെയൊക്കെ നമുക്ക് തുറന്നു തരുന്ന വലിയൊരു വാതിലാണ് വയറടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളോട് SSFനും കേരളത്തിലെ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന അനേകം മനുഷ്യർക്കുമുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ ഈ അവസരം ആദ്യമേ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ എന്തു കാണണമെന്ന്, എന്ത് ആഖ്യാനങ്ങളിലേക്ക് കടന്നു പോകണമെന്ന് അധികാരം നിങ്ങളോട് പറയുന്ന കാലത്ത് നിങ്ങൾ അറിഞ്ഞതിൻ്റെ നേരെന്ത് എന്ന് സമൂഹത്തോട് സംസാരിക്കുവാനും, നിങ്ങളെ എത്ര ഭീഷണികളും ഭയപ്പെടുത്തലുകളും നടത്തിയാലും, നിങ്ങൾ എത്ര പരസ്യങ്ങൾ തന്നില്ലെങ്കിലും, നിങ്ങളുടെ ഉച്ഛിഷ്ടങ്ങളൊന്നുമില്ലെങ്കിലും ഞങ്ങൾ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ വഴി തുടരും എന്ന് പ്രഖ്യാപിക്കുന്ന എം.കെ. വേണുവും സിദ്ധാർത്ഥ വരദരാജനും അടക്കമുള്ള, രാജഗോപാൽ അടക്കമുള്ള ഇന്ത്യയിലെ ചുരുക്കം ചില മാധ്യമ പ്രവർത്തകരോട് ഈ രാജ്യം അതിൻ്റെ ബഹുസ്വരത കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിൻ്റെ ഈ വൈവിധ്യത്തെ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, മാറ്റി നിർത്തപ്പെടുകയും അരികുകളിലേക്ക് നീക്കിവെക്കപ്പെടുകയും ചെയ്ത സകല മനുഷ്യരും ഐക്യദാർഢ്യപ്പെട്ടിരിക്കുന്നു. അവരെ ചരിത്രവും കാലവും ധീരർ എന്ന് വിളിക്കുക തന്നെ ചെയ്യും എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. സാർ ഇവിടെ സംസാരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തി ഓർവൽ പറഞ്ഞൊരു കാര്യം, ആരുടെ കയ്യിലാണോ ഇന്നലകളിരിക്കുന്നത് അവരാണ് നാളെയെ നിർമ്മിക്കുക എന്ന്. ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളുടെ നവീകരണങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാഠപുസ്തകങ്ങൾ സ്വാഭാവികമായി നവീകരിക്കപ്പെടേണ്ടതല്ലേ എന്നാണ് നിങ്ങളിൽ നിന്ന് ഉയരുന്ന ചോദ്യം. ആ നവീകരണങ്ങൾ എന്ന പേരിൽ, പാഠപുസ്തകത്തിലെ ഭാരങ്ങൾ വെട്ടിക്കുറക്കണം എന്ന പേരിൽ മാറ്റി നിർത്തപ്പെടുന്നത്, മായ്ക്കപ്പെടുന്നത് യഥാർത്ഥ ഇന്ത്യയുടെ ചരിത്രം കൂടിയാണ്. റൊമല ദാപ്പറിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ജസ്റ്റ് ബീയിങ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. 30 വയസ്സുകാരിയായിരുന്ന റൊമല ദാപ്പറിനോട് യുനെസ്കോ ഇന്ത്യയിലെ ചരിത്ര പാഠപുസ്തകത്തെ പഠിക്കുവാനും റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും ആവശ്യപ്പെട്ടത് 60കളിലാണ്. അതിൻ്റെ തുടർച്ചയായി ഇന്ത്യയുടെ ചരിത്രത്തെ സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പുസ്തകങ്ങൾ രചിക്കുകയും പാഠപുസ്തകങ്ങളായി റൊമല ദാപ്പറുടേതും ബിപിൻ ചന്ദ്രയുടേതും അടക്കമുള്ള ധാരാളം അക്കാദമീഷ്യൻസിൻ്റെ ഗ്രന്ഥങ്ങൾ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. മിഡീവൽ ഇന്ത്യ എന്ന വാക്കിനൊപ്പം ഈ പേരുകളെല്ലാം നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. മധ്യകാല ഇന്ത്യയുടെ ഉജ്ജ്വലമായ ചരിത്രത്തെ, അതിനെ ഇരുണ്ട കാലമെന്ന് വിശേഷിപ്പിക്കാനാണ് ഈ കാലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം JNU ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് റൊമല ദാപ്പറിനെയും ഇർഫാൻ ഹബീബിനെയും ഒക്കെ സമാനമായ ചരിത്രത്തെ നോക്കി അതൊരു അക്കാദമിക പ്രവൃത്തിയാണ് എന്ന് സത്യസന്ധമായി ഒരു പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസ് ആണ് ഞങ്ങളെന്ന് വിളിച്ചു പറയുന്ന മനുഷ്യരെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ഇർഫാൻ ഹബീബിൻ്റെ മിഡീവൽ ഇന്ത്യ നേരത്തെ തന്നെയും ഇന്ത്യയിൽ നിരോധനങ്ങളും വിലക്കുകളും ഏർപ്പെട്ടതാണല്ലോ. എന്തുകൊണ്ടാണ് ചരിത്രത്തെ ഇത്രമേൽ ഭയപ്പെടുന്നത് എന്നാണ് നാം അന്വേഷിക്കേണ്ട കാര്യം. ചരിത്രത്തെ
ഇന്നലെ എന്തിന് നിങ്ങൾ ഭയപ്പെടണം? അതിൻ്റെ ഉത്തരമാണ് നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു വെച്ചത്. ഇന്നലെ ആരുടെ കയ്യിലാണോ അവരാണ് ഭാവിയെ നിർമ്മിക്കുക എന്നത്. ചരിത്രത്തെ മായ്ക്കുവാനും പുതിയ വാട്സാപ്പ് ചരിത്രങ്ങൾ നിർമ്മിക്കുവാനുമാണ് ഇന്ന് നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യർക്ക് താല്പര്യം. വില്യം ഡാൽറിംബിളിനെ പോലെയുള്ള ആധുനിക ഇന്ത്യയുടെ ചരിത്രകാരന്മാർ ആ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വാട്സാപ്പിൽ വളരെ ലളിതമായ പോപ്പുലിസ്റ്റ് ആഖ്യാനങ്ങൾ നിർമ്മിക്കുകയും ആ ആഖ്യാനങ്ങൾ നിരന്തരമായി കേൾക്കുക വഴി ഇതല്ലേ ശരി എന്ന് കരുതുകയും ചെയ്യുകയാണ് നാം ചെയ്യുന്നത്. അതിലൊന്ന്, ഇന്ത്യ ആര്യന്മാരുടെ സംസ്ഥാനം, ആര്യന്മാരുടെ ജന്മഭൂമിയാണ്, പിതൃഭൂമിയാണ് എന്നതാണ്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നവരാണ് എന്ന് ചരിത്രത്തിൻ്റെ ധാരാളം രേഖകൾ സാക്ഷിയായിരിക്കെ തന്നെ ആര്യന്മാരാണ്, ആര്യന്മാരുടെ പിതൃഭൂമിയാണ് ഇന്ത്യ എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് ഈ നാട്ടിൽ ജനിച്ചു വീണ, ഈ നാടിൻ്റെ അടിസ്ഥാന അവകാശം കുടികൊള്ളുന്ന ദ്രാവിഡരായ അല്ലെങ്കിൽ ആദിവാസി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ആ സമൂഹത്തെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഓരോ സന്ദർഭത്തെയും എടുത്ത് പരിശോധിച്ചാൽ ആ സന്ദർഭങ്ങളിൽ നിന്നെല്ലാം ആരെയൊക്കെയാണോ വെട്ടിമാറ്റേണ്ടത് എന്നാണ് ആലോചിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഭരണഘടനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളിൽ നിന്ന് അബുൽ കലാം ആസാദിനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അബുൽ കലാം ആസാദ് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സന്ദർഭങ്ങളിൽ നൽകിയ സംഭാവന എന്ന്, ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ധാരാളം അടരുകളിൽ അബുൽ കലാം ആസാദ് നൽകിയ സംഭാവന എന്ന് നമുക്കറിയാം. ഈ ഇന്ത്യയുടെ ആകാശങ്ങളിൽ നിന്ന് ഒരു മാലാഖ താഴേക്കിറങ്ങി വരികയും ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടി സംസാരിക്കുകയും ചെയ്താൽ ഞാൻ ഇതിനെതിരായിരിക്കും എന്ന് പ്രഖ്യാപിച്ച, ഈ രാജ്യത്തോട് കൂറും ഐക്യവുമുള്ള, ഏറ്റവും താൻ വേദനിച്ചത് ഈ രാജ്യത്തിന്റെ വിഭജനത്തിലാണ് എന്ന് എഴുതി വെച്ച, എൻ്റെ ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകത്തിന്റെ 30 പേജ് ഞാൻ മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതി എന്ന് പറയുന്ന, ഇന്ന് ആ പുസ്തകത്തിന്റെ പകർപ്പ് നമുക്ക് ലഭ്യമായിരിക്കുന്ന അബുൽ കലാം ആസാദിന്റെ ഓർമ്മകളെ ഈ രാജ്യം ഭയപ്പെടുകയാണ്. ഇങ്ങനെ അബുൽ കലാം ആസാദിൻ്റെത് മാത്രമല്ല, അനേകം മനുഷ്യരുടേത്. ഇന്ത്യ എന്ന മനോഹരമായ സങ്കല്പത്തെ തകർക്കുകയും അത് ഭാരതം എന്ന് മാത്രമാക്കി ചുരുക്കുകയുമാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന 2 പേരിനും തുല്യമായ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യ എന്ന പേരിനെ അശേഷം മായ്ച്ചു കളയുക എന്നതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങൾ കൂടിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ അമീർ ഖുസ്രുവിനെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അമീർ ഖുസ്രുവിനെ മായ്ക്കുകയും പലതരത്തിലുള്ള പുതിയ ആഖ്യാനങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. തങ്ങൾക്കിഷ്ടപ്പെട്ട മനുഷ്യരെ മാത്രം നിർമ്മിക്കുകയും തങ്ങൾക്കിഷ്ടമില്ലാത്തവർ മുഴുവൻ മായ്ച്ചു കളയുകയുമാണ് ചെയ്യുന്നത്. മിലൻ കുന്ദേര പറയുന്നുണ്ടല്ലോ, ചരിത്രത്തിൽ നിന്ന് ഈ ഒരു മനുഷ്യനെ മായ്ച്ചു കളയുന്നത് വഴി അവരുടെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുവാനാണ് എപ്പോഴും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘർഷങ്ങളുടെ വ്യാജമായ ആഖ്യാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യം ബഹുസ്വരമായി തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. എന്നാണ് ഇന്ത്യ ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ അനേകം നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുമ്പ്. അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന രാജ്യം എന്നാണ് ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ചരിത്രത്തിന്റെ പാഠപുസ്തകങ്ങളിലെ വ്യാജമായ ആഖ്യാനങ്ങളിൽ നാം പലപ്പോഴും കരുതുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത് ദീർഘമായി പൗരാണികമായി തന്നെ നിലനിന്നിരുന്ന ഒന്നാണ് എന്നും, ആ രാജ്യത്തെ ആക്രമിച്ച മനുഷ്യരാണ്, വൈദേശികരാണ് ഇവിടെ വന്നിട്ടുള്ള മറ്റോ രാജാക്കന്മാർ എന്നുമാണ്. ഈ രാജ്യം മറ്റ് ആധുനിക ദേശരാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ്, നാഷണൽ സ്റ്റേറ്റുകൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ഈ രാജ്യം? മറ്റ് ലോകരാജ്യങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ മറ്റനേകം നാട്ടുരാജ്യങ്ങളായി ഈ നാട് ചിതറിക്കിടക്കുകയായിരുന്നു. ആ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അധികാരഘടനയെ ഭൂപ്രദേശത്തെ വികസിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോക ചരിത്രത്തിന്റെ വഴികളെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇതിന്റെ തുടർച്ചയെ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. ഏതു രാജാക്കന്മാരും ആഗ്രഹിച്ചെന്നത് തങ്ങളുടെ ഭൂപ്രവിശ്യയെ എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നായിരുന്നു. അതിന്റെ ഭാഗമായി പടയോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ പടയോട്ടങ്ങളൊന്നും മതാധിഷ്ഠിതമായിരുന്നില്ല. അവരുടെ പേരുകൾ, അവരുടെ മുഗളാവട്ടെ, സുൽത്താൻമാരാവട്ടെ, രജപുത്രരാവട്ടെ, ആയതു രാജാക്കന്മാരാവട്ടെ, അവരുടെ സൈന്യങ്ങളിൽ, അവരുടെ പടയാളികളിൽ, അവരുടെ സാമന്തന്മാരിൽ, അവരുടെ കൂടെ നടക്കുന്ന മനുഷ്യരിൽ എല്ലാ വ്യത്യസ്തരായ ആവിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ശിവജിയെക്കുറിച്ച് എഴുതിയതിനാണല്ലോ ഗോവിന്ദ് പൻസാരക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. എന്താണ് ശിവജിയുടെ നായകൻ ആരാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഗോവിന്ദ് പൻസാരക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ചരിത്രത്തിൽ നിന്ന് ഒരു സമൂഹത്തെ എങ്ങനെയാണ് മായ്ച്ചു കളയാൻ കഴിയുക എന്നാണ് ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ ചരിത്ര സ്മാരകങ്ങളുടെയും അല്ലെങ്കിൽ വഴികളുടെയും നാടുകളുടെയും ഒക്കെ പേര് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പലതരം നാടുകളുടെയും പേരുകൾ മായ്ച്ചുകൊണ്ടേയിരിക്കുകയാണ്. റോഡുകളുടെ പേരുകൾ മായ്ക്കുന്നു, നാടുകളുടെ പേരുകൾ മായ്ക്കുന്നു. പേര് മായ്ക്കപ്പെട്ട നഗരത്തിൽ അലഹാബാദ്
അതിനെ പ്രയാഗ്രാജാക്കി മാറ്റിയാൽ അവിടെ റിക്ഷാ വണ്ടി വലിക്കുന്ന സാധുവായ മനുഷ്യന്റെ കൂലിയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ? അവരുടെ ജീവിത നിലവാരത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ? അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായ ഏതെങ്കിലും അന്തരീക്ഷത്തിന് മാറ്റം സംഭവിക്കുന്നു? ഇല്ല. പിന്നെയും എന്തുകൊണ്ട് ഈ നഗരങ്ങളുടെ, നാടുകളുടെ, ഓർമ്മകളുടെ, സ്മാരകങ്ങളുടെ പേരുകൾ മായ്ക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഓർമ്മകളിൽ നിന്ന് ഈ നാട്ടിലെ ചില മനുഷ്യരെ മായ്ച്ചു കളയണം, എന്നാൽ മാത്രമാണ് തങ്ങളുടെ ചരിത്രത്തെ നിർമ്മിക്കുവാൻ കഴിയുക എന്നതാണ്. ഞാൻ കരുതുന്നത് ചരിത്രത്തിനുമേലുള്ള ഈ ഓർമ്മകൾക്ക് മേലെയുള്ള അധികാരങ്ങൾ സ്ഥാപിക്കുകയും എന്താണ് നിങ്ങൾ ഓർക്കേണ്ടത് എന്ന്, നിങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തെ വായിക്കേണ്ടത് എന്ന്, നിങ്ങൾ ഏതർത്ഥത്തിലാണ് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത് എന്ന അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ആഖ്യാനങ്ങളിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടെത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്നത് എന്ന് സൂക്ഷ്മമായെങ്കിലും നാം കരുതേണ്ടതുണ്ട്. ഇന്ത്യയിലെ മഹാനരായ ചരിത്ര പണ്ഡിതൻ രാമചന്ദ്ര ഗുഹ പറഞ്ഞു വെച്ചൊരു വാക്കുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ഉമർ ഖാലിദിന്റെ പ്രബന്ധത്തെക്കുറിച്ചാണ് രാമചന്ദ്ര ഗുഹ എഴുതിയത്. ഉമർ ഖാലിദിന്റെ പ്രബന്ധത്തെ തിഹാർ ജയിലിൽ പൗരത്വ പ്രക്ഷോഭ സമരകാലത്തിനു ശേഷം ജയിലിൽ കിടക്കുന്ന ഉമർ ഖാലിദിനെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ PhD തീസിസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുസ്തകമായി പുറത്തിറങ്ങിയത്. ജാർഖണ്ഡിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ്, അവരുടെ ഐഡന്റിറ്റിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഗവേഷണം. ഇന്ത്യയിലെ ആധുനിക ഗവേഷകരിലെ ഏറ്റവും മികച്ച ഗവേഷണമെന്ന് രാമചന്ദ്ര ഗുഹ സാക്ഷ്യപ്പെടുത്തിയ ആ പുസ്തകത്തെക്കുറിച്ച് രാമചന്ദ്ര ഗുഹ തന്നെ പറയുന്നുണ്ട്. ആ പുസ്തകത്തിന് അധികം ഒരു സ്വീകാര്യത ലഭിക്കാതെ പോയത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഞാനാണത് എഴുതിയതെങ്കിൽ അതൊരു പക്ഷേ വലിയ അർത്ഥത്തിൽ വാഴ്ത്തപ്പെടുമായിരുന്നു. കാരണം എൻ്റെ പേര് രാമചന്ദ്ര ഗുഹ എന്നാണ്. അത് എഴുതിയിരിക്കുന്നത് ഉമറാണ് എന്ന് രാമചന്ദ്ര ഗുഹ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എത്രമേൽ ഭീതിതമായ കാലത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ്. ഈ ഭീതിതമായ കാലത്ത് എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന ചോദ്യവും പ്രസക്തമാണല്ലോ. എങ്ങനെയാണ് ഈ ഇരുണ്ട കാലത്തെ നമുക്ക് മറികടക്കുവാൻ കഴിയുക? ഈ ഇരുണ്ട കാലത്ത് നമ്മൾ എങ്ങനെയാണ് അതിജയിക്കുവാൻ കഴിയുക? ഭയത്തിൻ്റെ അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിഭജനത്തിൻ്റെ, വ്യാജങ്ങളുടെ, നുണകളുടെ പ്രസരങ്ങൾ നടക്കുന്ന കാലത്തെ നമ്മൾ എങ്ങനെ അതിജീവിക്കും? ഈ ചോദ്യം പ്രസക്തമാണ് പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണ് നമുക്ക് ഈ കാലത്തെ മറികടക്കാൻ കഴിയുക? കരുതുന്നത് നമുക്ക് ഈ കാലത്തെ മറികടക്കുവാനുള്ള ശക്തി അത് മതേതരത്വത്തിലൂടെ, ഈ വൈവിധ്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളലിലൂടെ, ഈ മനോഹരമായ സായം സന്ധ്യയെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് പോലെ ഈ നാട്ടിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിജീവനം സാധ്യമാവുക. അത്തരം അതിജീവനത്തിന്റെ ശ്രമങ്ങൾ ലോകത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് അനേകമായി കാണാൻ കഴിയും. വിഭജനത്തിന്റെ ചരിത്രം ലോകത്താദ്യമായിട്ടല്ലല്ലോ. നിങ്ങൾ ജർമ്മനിയിലേക്ക് നോക്കൂ. എങ്ങനെയാണ് ജർമ്മനിയിൽ നിന്ന് വിഭജനത്തിന്റെ ചരിത്രത്തെ ലോകം വായിച്ചത്? എന്താണ് ജർമ്മനി കടന്നുപോയിട്ടുള്ള സന്ദർഭം? മനുഷ്യരെ തെരഞ്ഞെടുക്കുകയും മനുഷ്യരെ തങ്ങളുടെ വംശത്തിൽപ്പെട്ടവരല്ലാത്തതിൻ്റെ പേരിൽ അവർക്കു നേരെ ആദ്യം ഉണ്ടാക്കിയത് അവരെ വ്യാജ ആഖ്യാനങ്ങളിലേക്ക് തള്ളിവിടുകയായിരുന്നു, അവരെ അപരവൽക്കരിക്കുകയായിരുന്നു. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തെ കൂടി ചേർത്ത് വെച്ച് പറയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലേക്കൊക്കെ കയറി വരുന്ന മനുഷ്യർ, ആ മനുഷ്യരെ അപരവൽക്കരിക്കുവാൻ എത്ര സുഖമാണ് നമുക്ക്. നമ്മളെ എന്ന് പറയുന്ന സങ്കുചിതമായ താല്പര്യങ്ങളിലേക്ക്, ദേശീയതയിലേക്ക് ചുരുങ്ങിപ്പോകുമ്പോഴാണ് മറ്റു നിൽക്കുന്ന മനുഷ്യരെ മുഴുവൻ നോക്കിക്കൊണ്ട് അയാൾ കർണാടകക്കാരനാണ്, ബംഗാളിയാണ്, ആസാമിയാണ്, ഗുജറാത്തിയാണ് എന്നൊക്കെ ബാനർ കെട്ടുവാനും അവർക്കു നേരെ ആഖ്യാനങ്ങൾ ചമക്കുവാനും നമുക്ക് കഴിയുന്നത്. അതിന്റെ തുടർച്ചയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നൊരു ആൾക്കൂട്ട കൊലയുണ്ടാവുകയും ബംഗ്ലാദേശി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു സാധുവായ മനുഷ്യനെ, ഭാഷ പോലും പറയാൻ കഴിയാത്ത ഒരു മനുഷ്യനെ, ഈ നാട്ടുകാർ സംസാരിക്കുന്നത് എന്താണ്, അവരെന്താണ് എന്നോട് ചോദിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വയോവൃദ്ധനെ തല്ലിക്കൊന്ന ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചത് ഇത്തരം ആഖ്യാനങ്ങളായിരുന്നു. ഇത്തരം പോപ്പുലിസ്റ്റ് ആഖ്യാനങ്ങൾ നിരന്തരമായി നമ്മുടെ നാട്ടിൽ നിന്ന് വിഭവങ്ങൾ ചോർത്തുന്നവരാണ് എന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് പണം കൊണ്ടുപോകുന്നവരാണ് എന്നൊക്കെ മറ്റു മനുഷ്യർക്കു നേരെ ആഖ്യാനങ്ങൾ ഉണ്ടാക്കിവിടുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം നമ്മളും ഇതുപോലെ, ലോകത്തെല്ലാ മനുഷ്യരും ഇതുപോലെ സഞ്ചരിക്കുകയും ആ സഞ്ചാരങ്ങളിൽ നിന്ന് വിഭവങ്ങൾ കണ്ടെത്തുകയും അവനവൻ്റെ കുടുംബത്തിലേക്ക് ആ വിഭവങ്ങൾ എത്തിക്കുകയും അങ്ങനെ പരസ്പരം സമാഹരിച്ചും നൽകിയും ശേഖരിച്ചും കൊടുത്തും ഇങ്ങനെയാണ് ഈ സമൂഹത്തിൻ്റെ അടിത്തട്ട് ജനത മുന്നോട്ട് പോയിട്ടുള്ളത്.
ഞങ്ങളുടെ മാത്രം ദേശീയത, ഞങ്ങളുടെ മാത്രം നാട്ടുകാർ, ഞങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യർ ഇങ്ങനെ ആലോചിച്ചു തുടങ്ങിയാൽ, കേരളീയർക്ക് മാത്രമാണ് കേരളത്തിൻ്റെ വിഭവം എന്ന് കരുതി തുടങ്ങിയാൽ, നാളെ ഇത് നമ്മൾ കരുതുക കണ്ണൂരുകാർക്ക് മാത്രമാണല്ലോ കണ്ണൂരിൻ്റെ വിഭവങ്ങളുടെ അവകാശം എന്നായിരിക്കും. അത് ചുരുങ്ങി നമ്മളെന്ന ഗ്രാമത്തിലേക്ക് ചുരുങ്ങിയെത്തുന്ന ഒരു സന്ദർഭത്തെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എത്ര അപകടകരമായ, എത്ര വംശീയമായ, എത്ര സങ്കുചിതമായ ആലോചനയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആലോചനകൾ നിർമ്മിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡാൽറിംബിളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിയതുപോലെ വാട്സാപ്പ് ചരിത്രകാരന്മാരും വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളും നമ്മളോട് ഇത്തരം ആഖ്യാനങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ ആഖ്യാനങ്ങൾക്കെതിരെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സമരമാണ് ഈ സാഹിത്യോത്സവ വേദി മുന്നോട്ട് വെക്കുന്നത്. സാഹിത്യോത്സവന്റെ കൺസെപ്റ്റ് നോട്ട് അവതരിപ്പിച്ചപ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് വെച്ചു. ലോകത്തെ മുഴുവൻ അഭയാർത്ഥികളോടും ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന്. ലോകത്തെ മുഴുവൻ അഭയാർത്ഥികളോടും ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന്. അഭയാർത്ഥികൾക്കു നേരെ എത്ര ഉയരത്തിൽ മതിലുകൾ കെട്ടാമെന്നാണ് ലോകം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപും അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെയും റൈറ്റ് വിങ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നത് അഭയാർത്ഥികളെ തുരത്തൂ എന്നാണ്. ഈ അഭയാർത്ഥികൾ എങ്ങോട്ട് പോകാനാണ്? ആരാണ് അഭയാർത്ഥികളെ സൃഷ്ടിച്ചത്? ആരാണ് ഈ അഭയാർത്ഥികളെ സൃഷ്ടിച്ചത്? ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ അവർ അഭയാർത്ഥികളായി തീരുന്നത് അവർക്ക് ദേശം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഗാന്ധിയും അംബേദ്കറും മുംബൈയിൽ വെച്ച് നടന്ന സംവാദത്തിൽ ഗാന്ധിയോട് അംബേദ്കർ പറയുന്നുണ്ട്, എനിക്കൊരു ജന്മനാടില്ല, എൻ്റെ ദുഃഖം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. ദളിതനായി പോയതിൻ്റെ പേരിൽ പിറന്ന നാടിൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ട ഈ നാട്ടുകാരനെന്ന് പറയുവാൻ പോലും ശക്തിയില്ലാതായി തീർന്ന മനുഷ്യരെ കുറിച്ച് അംബേദ്കർ പറഞ്ഞ വാക്കാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ജന്മനാടില്ലാതായി തീർന്ന അനേകം ലക്ഷം അഭയാർത്ഥികൾ, ആ അഭയാർത്ഥികൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? എല്ലാ നാടുകളും എല്ലാ നഗരങ്ങളും അഭയാർത്ഥികൾക്കുമേൽ അവരെ തുരത്തൂ എന്ന് ബാനറുകൾ മുഴക്കുന്ന കാലത്തെ നാം എങ്ങനെ മാനവീകമെന്ന് വിളിക്കാൻ കഴിയുക? എങ്ങനെയാണ് മനുഷ്യത്വത്തോട് നാം സംസാരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക? അത്ഭുതം തോന്നുന്നു. ഇക്കാലം അത്രയും കടന്നു വന്നിട്ടും വംശീയതയിൽ നിന്ന്, ഗോത്ര സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ആധുനിക മനുഷ്യനിലേക്കുള്ള നമ്മുടെ സഞ്ചാരത്തെക്കുറിച്ച് നിരന്തരം നാം സംസാരിക്കുമ്പോഴും എങ്ങനെ നമുക്ക് മറ്റൊരു മനുഷ്യനെ അപരനായി സ്ഥിരീകരിക്കാൻ കഴിയുന്നു? അപരനില്ലാത്ത കാലത്തെക്കുറിച്ചാണ് നമുക്ക് സ്വപ്നം കാണേണ്ടത്. ദേശീയതയുടെ സങ്കുചിതമായ ആലോചനകളിലേക്ക് ചുരുങ്ങുകയല്ല നാം വേണ്ടത്. വിശ്വമാനവികതയുടെ വിശാലമായ ആകാശങ്ങളിലേക്കാണ് ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിന്റെ സങ്കല്പം ഉണ്ടായിരുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തെ നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമാണ് ഈ രാജ്യം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ രാജ്യം എത്ര മനോഹരമാണ്, എത്ര വൈവിധ്യങ്ങളാണ് ഈ നാടിന്. നിങ്ങൾ ലോകത്തെ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ ഈ വൈവിധ്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവിടെ ഒരു ഭാഷയെ കാണാം, അവിടെ ഒരു ശത്രുവിനെ കാണാം, അവിടെ ഒരു ദേശീയതയെ കാണാം, അവിടെ ഒരു മതത്തെ കാണാം. ഇന്ത്യയിൽ നിങ്ങൾക്ക് അനേകം ദേശീയതകൾ കാണാം, അനേകം ഭാഷ കാണാം, അനേകം വ്യത്യസ്തരായ മനുഷ്യരെ കാണാം. ഈ വൈവിധ്യങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്ന എല്ലാ വൈവിധ്യങ്ങളെയും അതിൻ്റെ അസ്തിത്വത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഐഡന്റിറ്റി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ജീവിക്കുവാൻ കഴിയുന്നു എന്നതാണ് ഇന്ത്യയുടെ ബഹുസ്വരത. ഇന്ത്യയിൽ എത്ര ഭാഷയുണ്ട്, ഇന്ത്യയിൽ എത്ര വ്യത്യസ്തരായ മനുഷ്യരുണ്ട്, എത്ര ആഘോഷങ്ങളും എത്ര അനുഷ്ഠാനങ്ങളും എത്ര മതജീവിത ക്രമങ്ങളുമുണ്ട്. എണ്ണിയാലൊടുങ്ങാത്തത്രയും ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന മനുഷ്യർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നരവംശ ശാസ്ത്രജ്ഞർ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവരെല്ലാം നമ്മളോട് പറയുന്നത് ഈ നാടിൻ്റെ വൈവിധ്യത്തെക്കുറിച്ചാണ്. ലോകത്തെ എത്ര മനോഹരമായ ഒരു ആഖ്യാനമാണ് ഈ രാജ്യം. നമുക്കൊരുമിച്ചിരിക്കാൻ കഴിയുന്നുവെന്നത്, ഒരുമിച്ച് സംസാരിക്കാൻ കഴിയുന്നുവെന്നത്, നമുക്കൊന്നായി തോളോട് തോള് ചേർന്ന് നിൽക്കാൻ കഴിയുന്നു എന്നതാണല്ലോ ഈ നാടിൻ്റെ സൗന്ദര്യം. അതിനെ തകർക്കുകയും ഏകശിലാത്മകമായൊരു രാജ്യത്തെ, ഒരു ഭാഷ സംസാരിക്കുന്ന, ഒരു കോഡിലേക്ക് ആളുകൾ എത്തിച്ചേരുന്ന, യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ആലോചിക്കുന്ന, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഏകശിലാത്മകമായൊരു രാജ്യത്തെ സൃഷ്ടിക്കുവാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ അധികാരികൾ. അതിന് പിന്നിലുള്ള താല്പര്യങ്ങൾ മറ്റു പലതുമായിരിക്കും, ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ ഈ വൈവിധ്യങ്ങളെയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത്, ഈ വ്യത്യസ്തതകളെയാണ് നമുക്ക് ആഘോഷിക്കേണ്ടത്. ഈ മനോഹരമായ ചിത്രത്തെ ലോകത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഞങ്ങളുടെ രാജ്യം സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുന്നു എന്ന് പറയാൻ കഴിയണം. ഞങ്ങളുടെ രാജ്യത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും ശ്വാസം മുട്ടുന്നില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. ജോർജ് ഫ്ലോയിഡിനെ ഓർമ്മിക്കുകയാണ്. അമേരിക്കയുടെ തെരുവിൽ കറുത്ത വർഗ്ഗക്കാരനായി എന്നതിൻ്റെ പേരിൽ മാത്രം പോലീസുകാരനാൽ ശ്വാസം മുട്ടി കൊലപ്പെട്ടു പോയ മനുഷ്യനെ ഓർക്കുകയാണ്. ഇന്ത്യയിലെ തെരുവുകളിൽ പശുവിൻ്റെ പേരിൽ, ഗോഹത്യയുടെ പേരിൽ, ബീഫിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ ആൾക്കൂട്ടങ്ങൾ ആക്രമിച്ച സകല മനുഷ്യരെയും ഓർക്കുകയാണ്. ഇന്ത്യ ഇങ്ങനെയല്ല. ഗാന്ധിയും നെഹ്റുവും സ്വപ്നം കണ്ട ഇന്ത്യ ഇതല്ല. അബുൽ കലാം ആസാദും
ടാഗോറും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഈ രാജ്യത്തെ സ്വപ്നം കണ്ട മനോഹരമായ മനുഷ്യർ, അവർ കണ്ട ഇന്ത്യയും ഇതല്ല. നമുക്ക് നിർമ്മിക്കുവാനുള്ള ഇന്ത്യ അത് കുറെ കൂടി സൗന്ദര്യമുള്ള, കുറെ കൂടി വൈവിധ്യങ്ങൾ ആഘോഷിക്കുന്ന, കുറെ കൂടി മനോഹരമായ സ്നേഹത്തിന്റെ ഒരു ഇന്ത്യയെ നമുക്ക് വീണ്ടെടുക്കുവാൻ കഴിയണം. അങ്ങനെ വീണ്ടെടുക്കപ്പെടുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് സാഹിത്യോത്സവ് വളരെ മനോഹരമായ ആലോചനകളിലൂടെ മുന്നോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് ഈ കാലത്തെ മറികടക്കുവാൻ കഴിയണം. അതിന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ചരിത്രത്തെ പഠിക്കണം, ചരിത്രത്തെ സത്യസന്ധമായി വീക്ഷിക്കണം, ചരിത്രത്തിന്റെ സംവാദങ്ങളിലൂടെ കടന്നു പോകണം. ഇന്ത്യയുടെ ചരിത്രത്തിന്റെ പലതരത്തിലുള്ള വായനകൾ നമുക്ക് കാണാം. ജെയിംസ് മില്ലിനെ പോലുള്ള മനുഷ്യർ കൊളോണിയൽ ആഖ്യാനങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയ ചരിത്രത്തെ കാണാം. വ്യത്യസ്തമായ വീക്ഷണങ്ങളിലൂടെ ചരിത്രം എഴുതിയ മനുഷ്യരെ കാണാം. ആ വീക്ഷണങ്ങളെല്ലാം പഠിക്കുകയും മനോഹരമായ ഇന്ത്യൻ ചരിത്രത്തിന്റെ സത്യസന്ധമായ അടരുകളിലേക്ക് കടന്നു പോകാൻ കൂട്ടുകാരെ നമുക്ക് കഴിയണം. ചരിത്രങ്ങൾക്ക്, ഗവേഷണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന, അതിന് ഫെലോഷിപ്പുകൾ റദ്ദ് ചെയ്യുന്ന, നിങ്ങൾ ഇനി പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന, പഠനമെന്നതിന് കേവലമായ സമ്പാദ്യത്തിന്റെയും സാലറിയുടെയും അക്കങ്ങളിലേക്ക് മാത്രം ചുരുക്കപ്പെടുന്ന കാലത്ത്, അത് സ്കില്ലുകളായി മാത്രം മാറ്റപ്പെടുന്ന കാലത്ത്, കോർപ്പറേറ്റുകളുടെ അടിമവേലകൾക്ക് വേണ്ടി തൊഴിലാളികൾ നിർമ്മിക്കാനുള്ള ഒരു ഉപകരണമായി നമ്മുടെ കോളേജുകൾ മാറണം എന്ന് കരുതുന്ന കാലത്ത് നമുക്ക് ചരിത്രത്തെക്കുറിച്ച് പഠിക്കണം. ആർക്കൈവുകളിലേക്ക് കയറി ചെല്ലണം. ചരിത്രത്തിന്റെ സത്യങ്ങളെ മുങ്ങിയെടുക്കണം. അത് ഈ ലോകത്തോട് വിളിച്ചു പറയണം. ലോക ചരിത്രത്തിന്റെ, ഇന്ത്യയുടെ, മലബാറിന്റെ സമരങ്ങളുടെ, അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ, ഈ മനുഷ്യരുടെ എല്ലാം ചരിത്രങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് നമ്മുടെ അടയാളങ്ങൾ ബാക്കിയാവുക. മലബാറിലെ പോരാട്ടങ്ങളുടെ ചരിത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. എത്ര മനോഹരമായ ആഖ്യാനമാണ്. മലബാർ സമരത്തിന്റെ ചരിത്രം ഒരുപക്ഷെ നിങ്ങൾ 100 പുസ്തകങ്ങൾ വായിച്ചാൽ 100 തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കാര്യം തീർച്ചയാണ്, മലബാർ സമരത്തിന് മതകീയമായ മാനങ്ങൾ നൽകുകയും അതിന് വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും ആഖ്യാനങ്ങൾ നൽകുകയും ചെയ്യുന്നവർക്ക് പിന്നിൽ ദുഷ്ട താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ അനേകം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ തുടർച്ചയായിരുന്നു മലബാർ സമരവുമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഈ ചരിത്രങ്ങളെല്ലാം ഇന്നലെയുടെ രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്രങ്ങളെയെല്ലാം ചേർത്ത് പിടിക്കുകയും പുതിയ കാലത്തിനു വേണ്ടി ആഖ്യാനങ്ങൾ ഉണ്ടാക്കുകയും അധികാര ഘടനകൾ ഈ ആർക്കൈവുകൾക്ക് മേൽ അടയിരിക്കുന്ന കാലത്ത് അതിനെ തകർക്കുകയും അറിവിനുമേൽ കോർപ്പറേറ്റുകൾ ആധിപത്യം സ്ഥാപിക്കുന്ന കാലത്ത് അറിവിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഡാറ്റയുടെ ശേഖരങ്ങൾ വരുമ്പോൾ മനുഷ്യർ ഒരു ഡാറ്റയായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഞങ്ങളുടെ ബയോമെട്രിക് ഡിവൈസിൽ വായിക്കപ്പെടാൻ കഴിയാത്ത കാലത്ത് വന്നാൽ നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല എന്നിടത്തേക്കാണ് മനുഷ്യരെ കുറിച്ചുള്ള നമ്മുടെ ആഖ്യാനങ്ങൾ. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന വാക്ക് നമുക്ക് പരിചിതമായി തീർന്നത് SIR-ലൂടെയാണ്. സാങ്കേതികമായി നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നില്ല. അതിനു കാരണം നിങ്ങളുടെ വീട്ടിൽ 6 മക്കളിൽ കൂടുതലുണ്ടായതാവാം. നിങ്ങളുടെ 2 മക്കൾക്ക് ഒരേ പേരുണ്ടായതാവാം. നിങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരു പേരുണ്ടായതാവാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. നിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് പുറന്തള്ളാൻ അധികം കാരണങ്ങളൊന്നും വേണ്ടതില്ല എന്നാണ് രാജഗോപാൽ സാറിന്റെ കേസ് നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്ര രേഖകളുണ്ട്? നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡുണ്ട്, വോട്ടർ ID ഉണ്ട്, ബാങ്ക് പാസ്ബുക്ക് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത രേഖകൾ മുഴുവൻ വരി നിന്ന് വാങ്ങിച്ച മനുഷ്യൻ പിന്നെയും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ഞാൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ പൗരനാണ് എന്ന് തെളിയിക്കുവാൻ കഴിയുക എന്നത്. പൗരൻ എന്ന വാക്കിനെ അടിവരയിട്ടുകൊണ്ട് നാം വായിക്കണം. നിങ്ങൾ പൗരനല്ലാതായി തീർന്നാൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഒരവകാശവുമില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് മായ്ക്കപ്പെടുന്നു എന്നതിനർത്ഥം നിങ്ങൾ കേവലമായി വോട്ടർ ലിസ്റ്റിൽ നിന്ന് സാങ്കേതികമായി പുറത്തു പോകുന്നു. നിങ്ങൾക്ക് വോട്ട് ചെയ്യുവാനുള്ള ആ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന് ഇൻവേർട്ടഡ് കോമയിൽ നമ്മൾ വിളിക്കുന്ന ഈ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന് ലഭിക്കുന്ന ഒരവകാശത്തിനും അർഹതയില്ലാതായി തീർന്നിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് റേഷനറി ഉണ്ടാവില്ല. നിങ്ങൾക്ക് മറ്റേതെങ്കിലും അർത്ഥത്തിൽ ഈ രാജ്യത്ത് നിന്ന് ലഭിക്കുന്ന ഒരു ആനുകൂല്യത്തിനും അർഹതയുണ്ടാകില്ല. ഭരണകൂടം എപ്പോഴും നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകാനും തടങ്കലിൽ പാർപ്പിക്കുവാനും കഴിഞ്ഞേക്കും. NS മാധവന്റെ മുംബൈ എന്ന കഥയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പ്രമീള ഗോഖല ചോദിക്കുന്ന ചോദ്യമുണ്ട് പാങ്ങുകാരനായ അബ്ദുൽ അസീസിനോട്, എവിടെയാണ് ഭൂമിയിൽ പാങ്ങ് എന്ന്, ഈ ഭൂപടത്തിൽ എവിടെയാണ് പാങ്ങ് എന്ന്.
നിങ്ങൾ എങ്ങനെയാണ് പൗരത്വം തെളിയിക്കുക എന്ന് അബ്ദുൽ അസീസ് തിരിച്ച് പ്രമീള ഗോഖലയോട് ചോദിക്കുമ്പോൾ പ്രമീള ഗോഖല പറയുന്ന മറുപടി, എനിക്ക് എൻ്റെ പേരുണ്ടല്ലോ പ്രമീള ഗോഖല എന്ന്. ഞാൻ പറയുന്നത് വസ്ത്രത്തിൻ്റെ പേരിൽ പേരുകൾ നോക്കി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആകാരങ്ങൾ നോക്കി അവിടെ ജീവിക്കുന്ന ഭൂമി നോക്കി ഇങ്ങനെയൊക്കെ മനുഷ്യരെ വേർതിരിക്കുന്ന കാലത്ത് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. നമുക്ക് ഈ സമൂഹത്തിൻ്റെ ബഹുസ്വരതയെ ആഘോഷിക്കാൻ കഴിയണം. മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയണം. അന്യനു നേരെ ഒരർത്ഥത്തിലുമുള്ള വിദ്വേഷവും വെറുപ്പും നുണയും പ്രചരിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഈ വാർത്തകളുടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഫ്ലഡിന്റെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായ വിവരങ്ങളാണ് നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിവരങ്ങളിൽ നിന്ന് പുറത്തു കടക്കുക എന്ന അന്താളിപ്പിലാണ് മനുഷ്യർ. ഈ വിവരങ്ങളിൽ സത്യമേത് നുണയേത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഡീപ് ഫേക്കുകളിലൂടെ വ്യാജമായി നിർമ്മിക്കപ്പെടുന്ന വീഡിയോകളിലൂടെ നിരന്തരമായി നമ്മുടെ കയ്യിലേക്ക് വരുന്ന വാർത്തകൾ പലതും വിഭജനത്തിന്റെ അജണ്ടകളാണ്, ഭയപ്പെടുത്തലിന്റെ അജണ്ടകളാണ്. എന്തിന് രാജഗോപാലിന് പാസ്പോർട്ട് നിഷേധിക്കുന്നു എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. ഉത്തരം ഒന്നേ ഉള്ളൂ, ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും നേരെയുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ കല്യാണം എത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും, നിങ്ങളുടെ മകളുടെ കല്യാണം എത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും. അത് മലബാറിലെ പ്രവാസി സമൂഹത്തോട് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അതെത്രമേൽ വൈകാരികമായ, അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതെത്രമേൽ വൈകാരികമായ ഒരു അനുഭവമായിരിക്കും എന്നറിയാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആഘോഷങ്ങളിൽ പോലും നിങ്ങൾക്ക് പങ്കുചേരാൻ, നിങ്ങൾക്ക് US-ൽ അമേരിക്കയിലേക്ക് കയറിപ്പോകാനുള്ള വിസയുണ്ടായിട്ട് പോലും നിങ്ങൾക്ക് പാസ്പോർട്ട് പുതുക്കാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ കല്യാണത്തെ തടഞ്ഞുവെക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് ഇന്ത്യയിലെ പരശതം വരുന്ന ജേണോകളോട് അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളോട്, ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യരോട് മുഴുവൻ വിളിച്ചു പറയാനാണ് ഭരണകൂടം ശ്രമിച്ചത്. പ്രബീർ പുർക്കായസ്തക്ക് നേരെ അല്ലെങ്കിൽ വയർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ വേട്ടയാടലുകൾ ഭീഷണിപ്പെടുത്തലാണ്, ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഞങ്ങൾക്കു നേരെ സംസാരിച്ചാൽ, നിങ്ങളുടെ നാക്കുപൊന്തിയാൽ, നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചാൽ, നിങ്ങൾ സത്യത്തെ വിളിച്ചു പറഞ്ഞാൽ, നിങ്ങൾ സത്യത്തെ ആഘോഷിച്ചാൽ, ഞങ്ങൾ കെട്ടിയുയർത്തുന്ന നുണകളുടെ ഗോപുരങ്ങളെ നിങ്ങൾ തകർത്തു കളഞ്ഞാൽ, നിങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരെ ജോയിന്റ് ഓപ്പറേഷനുകൾ നടത്തിയാൽ, നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് ആർക്കാണ് സംഭാവനകൾ ലഭിച്ചത് എന്നും ജനാധിപത്യം എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ അട്ടിമറിക്കപ്പെട്ടത് എന്നും പറഞ്ഞാൽ, നിങ്ങൾ പൗരത്വ സമരത്തിന് അനുകൂലമായി സംസാരിച്ചാൽ, നിങ്ങൾ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാഭ്യാസ ആക്ടിവിസത്തിന് വേണ്ടി, ചരിത്രത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ബഹുസ്വരതയ്ക്ക് വേണ്ടി, സെക്യുലറിസത്തിന് വേണ്ടി, ഈ രാജ്യത്തെ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ വേട്ടയാടപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ കരുതുന്നത് ആ ഓർമ്മപ്പെടുത്തലുകൾക്ക്, ആ വേട്ടയാടലുകൾക്ക്, ആ ഭീഷണികൾക്ക് മുട്ടുമടക്കാത്ത അനേകം മനുഷ്യരാണ് ഈ രാജ്യത്തെ ഇന്നലകളെ കാത്തുസൂക്ഷിക്കുകയും ഈ രാജ്യത്തെ പടുത്തുയർത്തുകയും ചെയ്തതെങ്കിൽ ഈ ഭീഷണിയും തകർന്നടിയും, ഈ ഇരുട്ടും മാഞ്ഞുപോകും. അങ്ങനെ മനോഹരമായ ഒരു ഇന്ത്യ വീണ്ടും ഇന്ത്യയുടെ പുലരികളിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അംബേദ്കർ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ത്യയെ വീണ്ടെടുക്കുവാൻ ഒരു വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് പഠിക്കുക എന്നതാണ്, അത് സംഘടിക്കുക എന്നതാണ്, അത് സമരം ചെയ്യുക എന്നതാണ്. അംബേദ്കർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യത്തെ വീണ്ടും നിങ്ങളെ ഈ സാഹിത്യോത്സവം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ചരിത്രത്തെ പഠിക്കണം, നമുക്ക് വർത്തമാനത്തെ പഠിക്കണം, നമുക്ക് ഈ കാലത്തെ അതിജയിക്കുവാനുള്ള കരുത്തുണ്ടാകണം, അതിനു സംഘടിക്കണം. നമ്മൾ സാമൂഹികമായി വിമർശനങ്ങൾ ഉയർത്തണം, രാജ്യത്തെ ഫാസിസ്റ്റ് ഘടനയോട് സമരം പ്രഖ്യാപിക്കണം. നമുക്കൊരുമിച്ച് നിന്ന് ഈ നാടിനെ വീണ്ടെടുക്കാൻ കഴിയണം. ഒരിക്കൽ കൂടി ഈ രാജ്യത്തിന് വേണ്ടി നടത്തുന്ന മനോഹരമായ പോരാട്ടങ്ങൾക്ക് നിവർന്നു നിൽക്കുന്ന, നട്ടെല്ല് വളയാത്ത മാധ്യമപ്രവർത്തനത്തിന് ശ്രീ MK വേണു സാർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരോട്, ഈ രാജ്യത്തെ മാറ്റി നിർത്തപ്പെടുന്ന, ഏത് നേരവും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് വരി നിൽക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്ന ഒരു ജനതയുടെ ഐക്യദാർഢ്യമുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും പാഠ്യപദ്ധതികളിൽ നിന്നും ബോധപൂർവം വെട്ടിമാറ്റലുകൾ നടത്തി ഈ മണ്ണിൽ സർഗാത്മകതയുടെ ഗോപുരങ്ങൾ പണിതുയർത്തിയ ഒരു